പുന്നയൂർ വാതക ശ്മശാനത്തിന്റെ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയും റെയ്ഡ്കോയും ധാരണയിലെത്തി. യന്ത്ര സംവിധാനങ്ങൾക്ക് നിശ്ചിത കാലാവധിക്ക് പുറമെ 1 വർഷം കൂടി വാറന്റി നൽകാമെന്നും കമ്പനി അറിയിച്ചു. യോഗത്തിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി പഞ്ചായത്ത് കരാർ തയ്യാറാക്കും. കരാർ അംഗീകരിച്ച് 20 ദിവസത്തിനകം പണിതീർക്കുമെന്നാണ് റെയ്ഡ്കോ ഉറപ്പു നൽകിയത്. പ്രവൃത്തി നിരീക്ഷിക്കാൻ പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് കോളേജ് സംഘത്തെ നിയോഗിക്കും. ദഹന അറയിലെ ചേംബറിലെ താപനിലയിൽ കണ്ട വലിയ കുറവാണ് വിദഗ്ധ സമിതി ഗുരുതര പ്രശ്നമായി ചൂണ്ടിക്കാട്ടിയിരുന്നത്. പ്രൈമറി ചേംബറിൽ 850 ഡിഗ്രി മുതൽ 1000 ഡിഗ്രി വരെ താപനില ആവശ്യമാണ്. എന്നാൽ ഇവിടെ കണ്ടെത്തിയത് 150 ഡിഗ്രി മാത്രമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സിലിണ്ടറുകളിൽ ആവശ്യമായ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് സംഭവിച്ചതാകും എന്നാണ് കമ്പനിയുടെ നിലപാട്. നിറച്ച സിലിണ്ടറുകൾ എത്തിച്ച് ഇത് പരിശോധിച്ച് ബോധ്യപ്പെടുത്തും. ചെറിയ ബർണറുകൾക്ക് നിലവിലെ ഉയർന്ന റേറ്റിംഗ് പ്രൊട്ടക്ഷൻ ഡിവൈസുകൾ മാറ്റി അനുയോജ്യമായത് സ്ഥാപിക്കും. ചിമ്മിനിക്കൂടിൽ തുരുമ്പ് വന്നത് ലവണാംശമുള്ള കാറ്റു കാരണമാണെന്നും ഇത് മറ്റു പ്രശ്നങ്ങൾക്ക് കാരണമാകില്ലെന്നും 5 വർഷത്തേക്ക് വാറന്റി നൽകുമെന്നും കമ്പനി അറിയിച്ചു. മിസ്റ്റ് എലിമിനേറ്റർ, സുരക്ഷാ സ്വിച്ചുകൾ, അഗ്നിരക്ഷാ ഉപകരണങ്ങൾ, ഗ്യാസ് ലീക്ക് സെൻസർ എന്നിവ സ്ഥാപിക്കും. ഏപ്രിൽ 17-നാണ് ശ്മശാനം അടച്ചത്. ഇതിനുശേഷം പഞ്ചായത്ത് പരിധിയിൽ മരിച്ച് മറ്റ് ശ്മശാനത്തിൽ സംസ്കരിച്ച ആളുകളുടെ കുടുംബത്തിന് സംസ്കാര ചെലവ് നൽകുന്ന കാര്യം കമ്പനി പരിഗണിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം, വൈസ് പ്രസിഡന്റ് IP രാജേന്ദ്രൻ, RP ബഷീർ, റെയ്ഡ്കോ ജില്ലാ മാനേജർ CJ ജോയ്, ടെക്നിക്കൽ അഡ്വൈസർ PK രവീന്ദ്രൻ, ബ്രാഞ്ച് മാനേജർ പ്രമോദ്, സർവകക്ഷി യോഗം നിയോഗിച്ച വിവിധ രാഷ്ട്രീയ കക്ഷി മരണാനന്തര സമിതി ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു.